തിരുവനന്തപുരം മുതലപ്പുഴയിലെ ഡ്രഡ്ജിംഗ് നാളെ മുതൽ ആരംഭിക്കും. മത്സ്യത്തൊഴിലാളികളുമായി ജില്ലാ കളക്ടർ നടത്തിയ ചർച്ചയിൽ ധാരണയായി. ഈ മാസം അവസാനത്തോടെ മണൽ പൂർണ്ണമായി മാറ്റുമെന്ന് കളക്ടർ ഉറപ്പ് നൽകിയതായി സമരസമിതി അറിയിച്ചു. ചർച്ച വളരെ പോസിറ്റീവായിരുന്നു. നമ്മുടെ ആവശ്യങ്ങൾ തന്നെ അദ്ദേഹം കളക്ടറും അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അംഗീകരിച്ചു. ഏതാണ്ട് 2 ദിവസത്തിന് മുമ്പുണ്ടായ പ്രശ്നങ്ങൾ അത് യാദൃച്ഛികമായി സംഭവിച്ചു പോയതാണ്. അതിന് നമ്മൾ രണ്ടുപേരും സൗഹാർദ്ദത്തോടുകൂടി തന്നെ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു സൗഹാർദ്ദപരമായ കാര്യത്തിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ ആവശ്യപ്പെട്ട 4 കാര്യങ്ങൾ, അതിൽ ഏറ്റവും കൂടുതൽ മണിക്കൂർ, പരമാവധി മണിക്കൂർ ഡ്രഡ്ജ് ചെയ്തുകൊണ്ട് വരും ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ മണിക്കൂർ ഡ്രഡ്ജ് ചെയ്തുകൊണ്ട് മണൽ മാറ്റം നടത്തുവാനായിട്ടുള്ള ശ്രമം നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ചേറ്റുവയലിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മിനി ട്രെച്ചർ, ആ ചേറ്റുവയലിൽ നിന്ന് കൊണ്ടുവന്ന മിനി ട്രെച്ചർ അവിടുത്തെ MLA-യും കൂടി ബന്ധപ്പെട്ട്, അക്ബർ MLA-യും കൂടി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനോടൊപ്പം തന്നെ പ്രവർത്തിക്കുവാനുള്ള സംവിധാനം, അതായത് ഒരു സമവായത്തിലെത്തിയാൽ അതിനൊരു സംവിധാനം ഇതിനോടൊപ്പം തന്നെ ഒരുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, അങ്ങനെ മുതലപ്പുഴയിലെ പ്രശ്നം മണൽ നീക്കം തന്നെ നിലയ്ക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നു അവിടുത്തെ തർക്കവുമായി ബന്ധപ്പെട്ട്. എന്തായാലും അതിന് പരിഹാരം ഉണ്ടാവുന്നു എന്നതാണോ തീരുമാനം? നാളെ മുതൽ പൂർണ്ണതോതിൽ മണൽ നീക്കം നടക്കുമോ? ഈ മാസം അവസാനത്തോടുകൂടി മണൽ പൂർണ്ണമായി മാറ്റി മത്സ്യബന്ധനം സാധ്യമാക്കാമെന്നൊരു ഉറപ്പാണ് ജില്ലാ കളക്ടർ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിനിധികൾക്ക് നൽകിയത്. ചന്ദ്രഗിരി ഡ്രഡ്ജർ നേരത്തെ എത്തിച്ചെങ്കിലും ഈ മണൽ നീക്കം പൂർണ്ണതോതിൽ സാധ്യമായിരുന്നില്ല. കാരണം ഇത് തകരാറിലാകുകയും ആവശ്യമായ യന്ത്രഭാഗങ്ങൾ അത് എത്താതിരുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് സാങ്കേതികമായ ചേറ്റുവയിൽ നിന്നുൾപ്പെടെയുള്ള ഡ്രഡ്ജറും അങ്ങനെയുള്ള സംവിധാനങ്ങളും എല്ലാം എത്തിച്ചുകൊണ്ട് കൂടുതൽ കാര്യക്ഷമമായി മണൽ നീക്കം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാണിച്ച വിഷയങ്ങൾ ഈ തിരയടി സമയത്ത് മത്സ്യബന്ധന വള്ളങ്ങൾ മറിയുന്നു, നഷ്ടമുണ്ടാകുന്നു, ഉപജീവനം മുട്ടുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ മണലടിയുന്നത്. അതോടുകൂടി ഒരു സീസണിലും മത്സ്യബന്ധനം നടക്കാത്തൊരു സാഹചര്യം. അതോടൊപ്പം തന്നെ ഈ മണലടിഞ്ഞ ശേഷം 8 വള്ളങ്ങൾ തകർന്ന സ്ഥിതി, മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ട സാഹചര്യം, മണൽ നീക്കം, മണൽ തിട്ട ഉണ്ടാകുമ്പോൾ അവർ നേരിടുന്ന, അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് വടക്ക് വശത്തേക്ക് ഈ മണൽത്തിട്ടയുടെ മണ്ണുകൾ മണൽ നീക്കിയിടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെ അവർ അക്കമിട്ട് നിരത്തിയാണ് ഈ വിഷയങ്ങൾ കളക്ടർക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. കളക്ടറാകട്ടെ കഴിഞ്ഞ ദിവസം തന്നെ മണൽ നീക്കം സാധ്യമാകുമായിരുന്നു. പക്ഷേ ഈ ഹാർബർ എഞ്ചിനീയറിംഗിലെ ഉദ്യോഗസ്ഥരുമായി മത്സ്യത്തൊഴിലാളികൾ ചില വാക്കുതർക്കങ്ങൾ ഉണ്ടായി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ ചില അക്രമ സംഭവങ്ങൾ, ജനൽസിൽ അടിച്ചു തകർക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി. അതെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവസാനിപ്പിച്ചു. തങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്ന പോരായ്മകൾ അത് സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് പുതിയ ധാരണയിലേക്ക് എത്തിയിട്ടുള്ളത്. ഏതായിരുന്നാലും ഈ മാസം അവസാനത്തോടുകൂടി മത്സ്യബന്ധനം പൂർണ്ണതോതിൽ സാധ്യമാകുന്ന തരത്തിൽ നടപടികൾ പൂർത്തിയാക്കാമെന്ന ഉറപ്പാണ് ജില്ലാ കളക്ടർ നൽകിയിട്ടുള്ളത്. മുതലപ്പുഴയിലെ പ്രതിസന്ധി തൽക്കാലത്തേക്കെങ്കിലും പരിഹാരമാകുമോ എന്നതാണ് ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടാകുന്ന ഒരു ഔട്ട്കം. എന്തായാലും ഇക്കാര്യത്തിൽ നാളെ മുതൽ നിർണായകമായ മണൽ നീക്കം വേഗത്തിലാകുന്ന ഇടപെടലുകൾ ഉണ്ടാകുമെന്നാണ് സർക്കാർ നൽകിയിരിക്കുന്ന ഉറപ്പ്. നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിപ്പിച്ചു കൊന്ന കേസിൽ ഒരു CISF ഉദ്യോഗസ്ഥനെ, ഇൻസ്പെക്ടറെ കൂടി ചോദ്യം ചെയ്യാൻ പോലീസ് ഒരുങ്ങുകയാണ്. പ്രതിയായ CISF ഉദ്യോഗസ്ഥൻ മദ്യപിച്ചത് സേനയിലെ മറ്റൊരു ഇൻസ്പെക്ടറുടെ വീട്ടിൽ വെച്ചാണ്. കൊലപാതക ശേഷം കേസിലെ 2ാം പ്രതി മോഹൻകുമാറിനെ ഡ്യൂട്ടിയിൽ കയറാൻ സഹായിച്ചത് ഈ ഉദ്യോഗസ്ഥനാണ്. കൊലപാതക കേസിൽ പ്രതികളായ CISF ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാനാണ് ഇപ്പോൾ ഉണ്ടാകുന്ന നീക്കം. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥതല സഹായം ഈ പ്രതികൾക്കുണ്ടായി എന്നതാണല്ലോ കണ്ടെത്തൽ. അങ്ങനെയെങ്കിൽ കൂടുതൽ പേര് അറസ്റ്റ് ചെയ്യപ്പെടുമോ? എന്താണ് സാഹചര്യം? അതായത് ഒരു മൂന്നാമതൊരു ഇൻസ്പെക്ടർ കൂടി കേസിൽ ഇൻവോൾവ് ആണ്. കേസിലെന്ന് പറഞ്ഞാൽ ഈ 2 പേരും, അതായത് ഈ വിനയ് കുമാറും അതുപോലെ മോഹൻകുമാറും ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ് വന്നത്. അവർ 2 പേരും മദ്യപിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട്. അത് ഇയാളുടെ വീട്ടിൽ നിന്ന് മദ്യപിച്ച ശേഷം തിരിച്ചു വരുന്ന വഴിയാണ് ഐവിനുമായുണ്ടായ തർക്കമുണ്ടായതും കൊലപാതകത്തിലേക്ക് നയിച്ചതുമെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. എന്തായാലും ഇവരുടെ കസ്റ്റഡി അപേക്ഷ നാളെയാണ് സമർപ്പിക്കുക. കസ്റ്റഡി എടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകും. എന്നിരുന്നാൽ പോലും CISF ഇതുമായി ബന്ധപ്പെട്ട ആഭ്യന്തര എൻക്വയറി നടത്തി വരുന്നുണ്ട്. ഇതേ തുടർന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുന്നത്. അതായത് ഈ പറയുന്ന ഈ ഒരു ഇൻസ്പെക്ടറുടെ വീട്ടിൽ വെച്ചിട്ട് ഇവർ മദ്യപിക്കുന്നു. അത് മാത്രമല്ല, ഇൻസ്പെക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഈ
ഐവിനെ വണ്ടി ഇടിപ്പിച്ചത് എന്നുകൂടി പറയുന്നുണ്ട്, എന്നുകൂടിയുള്ള വ്യക്തത വരുന്നുണ്ട്, എന്നുകൂടിയുള്ള തെളിവുകൾ ലഭിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ രണ്ട് ഉദ്യോഗസ്ഥരെ, അതായത് കൊലപാതകത്തിൽ പ്രതികളായിട്ടുള്ള ഐവിനെ കൊലപ്പെടുത്തിയ രണ്ട് ഉദ്യോഗസ്ഥരെയും പിരിച്ചുവിടാനാണ് CSF നീക്കമെന്നും അറിയുന്നുണ്ട്. മാത്രമല്ല CSFിനെതിരെ ഈ നെടുമ്പാശ്ശേരി ഭാഗത്തു നിന്ന് നിരവധി പരാതികളാണ് CSF ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന നിരവധി ആളുകൾക്കെതിരെ ഇവര് റോഡിലൊക്കെ വളരെ മോശമായി നാട്ടുകാരോട് പെരുമാറുകയും അധികാരത്തിന്റെ ഒരു പങ്ക് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ നിഷ്കരണമായ ഒരു ചെറുപ്പക്കാരനെ കൊല്ലുന്ന തരത്തിലേക്ക് ആ പങ്കിന് തടയിടാതിരുന്നാൽ അത് എത്തിയിരുന്നു എന്ന് തന്നെയാണ് നാട്ടുകാരുടെ പരാതിയും അങ്ങനെയാണ്. അത്തരം പരാതികളും CSF അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ അവരെ പിരിച്ചുവിടൽ നീക്കത്തിലേക്കാണ് CSF കടന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യെസ്, അതാണ് കൂടുതൽ ഉദ്യോഗസ്ഥർ കുടുങ്ങുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും പോലീസിന്റെ അന്വേഷണം തുടരുന്നു. പാലക്കാട് വാളയാറിൽ 4 വയസ്സുകാരൻ കിണറ്റിൽ വീണ സംഭവത്തിൽ അമ്മ അറസ്റ്റിൽ. വാളയാർ സ്വദേശി ശ്വേതയാണ് അറസ്റ്റിലായത്. അമ്മ കിണറ്റിൽ തള്ളിയിട്ടതാണെന്ന് കുട്ടി മൊഴി നൽകി. ശ്വേതയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. മുഖ്യമന്ത്രിയും ലിയോ 14 മാർപ്പാപ്പയുടെ ഔദ്യോഗിക സ്ഥാനാരോഹണം ഇന്ന് നടക്കുകയാണ്. സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ ലിയോ 14 മാർപ്പാപ്പയുടെ കാർമ്മികത്വത്തിൽ ഇന്ന് കുർബാന നടക്കും. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി, US വൈസ് പ്രസിഡന്റ് JD വാൻസ്, കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി അടക്കം ലോക നേതാക്കളുടെ സാന്നിധ്യത്തിലായിരിക്കും ഈ ചടങ്ങുകൾ. പത്രോസിന്റെ പിൻഗാമിയും റോമിലെ ബിഷപ്പും എന്ന നിലയിൽ ലിയോ 14 ശുശ്രൂഷയുടെ ഔദ്യോഗിക തുടക്കം. ലിയോ 14 മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങിന് വത്തിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 ചടങ്ങുകൾ. ആദ്യം വിശുദ്ധ പത്രോസിന്റെ കുടീരത്തിൽ പ്രാർത്ഥന. ശേഷം സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ പ്രധാന വേദിയിലേക്ക് കർദിനാൾമാരുടെ അകമ്പടിയിൽ മാർപ്പാപ്പ എത്തുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. പത്രോസിന്റെ പിൻഗാമി എന്ന ദൗത്യത്തിന്റെ പ്രതീകവും അധികാര ചിഹ്നവുമായ മത്സ്യത്തൊഴിലാളി മോതിരം സ്വീകരിക്കും. തുടർന്ന് മാർപ്പാപ്പ വിശ്വാസികളെ അഭിസംബോധന ചെയ്യും. മുന്നോട്ടുള്ള ഭരണനിർവഹണം എങ്ങനെയെന്ന് വ്യക്തമാക്കുന്നതാകും ലിയോ 14 വാക്കുകൾ. 2013 ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ നടന്ന ദിവ്യബലിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിരവധി സുപ്രധാന മാറ്റങ്ങൾ ചടങ്ങുകളിലുണ്ടാകും. കുർബാനയിലും സ്ഥാനാരോഹണ ചടങ്ങുകളിലും വലിയ ജനപങ്കാളിത്തമാണ് പ്രതീക്ഷിക്കുന്നത്. കർശന സുരക്ഷാ വലയത്തിലാണ് വത്തിക്കാൻ. ആഗോള കത്തോലിക്ക സഭയുടെ 267 മാർപ്പാപ്പയാണ് റോബർട്ട് പെർവോസ്റ്റ്. US-ൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പ. യുദ്ധങ്ങൾക്കെതിരെയും കുടിയേറ്റക്കാർക്ക് അനുകൂലമായും ശബ്ദമുയർത്തുന്ന ലിയോ 14 പക്ഷേ പൂർണ്ണമായും ഫ്രാൻസിസ് പാപ്പയുടെ വഴികളിലൂടെ സഞ്ചരിക്കാൻ സാധ്യതയില്ലെന്ന സൂചനകളാണ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മുഖ്യമന്ത്രിയും വേടനും പങ്കെടുത്ത പരിപാടിയിൽ ഷോർട്ട് സർക്യൂട്ട് ഹാളിന് പുറത്താണ് തീ ഉയർന്നത്. പാലക്കാട് ജില്ലയിലെ പരിപാടിയിലാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായത്. പ്രജിത്ത് കോങ്ങാട് ചേരുന്നു. പ്രജിത്ത്, എന്താണ് അവിടെ സംഭവിച്ചത്? പ്രജിത്ത്, പാലക്കാട് പട്ടികജാതി പട്ടികവർഗ മേഖല സംസ്ഥാനതല സംഗമം മലമ്പുഴയിൽ നടക്കുന്നുണ്ടായിരുന്നു. അത് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം വേടൻ ഉൾപ്പെടെയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നത്. മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം ഹാളിന് പുറത്ത് താൽക്കാലികമായി സംഘടിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ഇലക്ട്രിക് സർക്യൂട്ട് ബോക്സ് ഉണ്ടായിരുന്നു. ബോക്സിൽ നിന്നാണ് തീ പടർന്നത്. തീ പടർന്നതും ഫയർ എക്സിക്യൂട്ടർ വെച്ചിട്ട് തീ അണയ്ക്കുകയും പരിഭ്രാന്തി പരത്തുകയും ചെയ്തു. അല്പസമയം പരിപാടി നിർത്തിവെച്ച ശേഷം റീകണക്ട് ചെയ്ത ശേഷമാണ് പരിപാടി പിന്നെ തുടർന്നു പോകുന്നത്. ഇപ്പോഴും പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, എന്തായാലും പാലക്കാട് ജില്ലയിലെ പരിപാടിയിലാണ്, അവിടെ സർക്കാരിൻ്റെ വാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടിയാണ്. ആ പരിപാടിയിലാണ് പ്രമുഖ റാപ്പർ വേടൻ്റെ പരിപാടി ഉണ്ടായിരുന്നത്. അവിടെ മുഖ്യമന്ത്രിയും വേടനും പങ്കെടുക്കുന്ന പരിപാടിയിലാണ് ഷോർട്ട് സർക്യൂട്ട് ഉയർന്നത്. എന്തായാലും ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം മാറുന്നു. പരിപാടികൾ അവിടെ പുനരാരംഭിച്ചു എന്നാണ് പ്രജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്.